നമസ്കാരം. കീറ്റോവിംഗ് ചാനലിലെ +2 ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രജനനാരോഗ്യം അഥവാ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ മുൻപത്തെ ക്ലാസ്സുകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ അതുകൂടെ കാണുക, ഷോർട്ട് നോട്ട് എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ധൈര്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ആദ്യത്തേത് ഗർഭചിത്രം, ഗർഭം അലസിപ്പിക്കൽ അഥവാ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. രണ്ടാമത്തെ കാര്യം ലൈംഗിക പകർച്ചവ്യാധികൾ അഥവാ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അഥവാ STDs. മൂന്നാമത്തത് വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഗർഭചിത്രം, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി MTP. പൂർണ്ണ വളർച്ചയെത്തുന്നതിന് മുമ്പ് വൈദ്യശാസ്ത്ര മാർഗങ്ങൾ ഉപയോഗിച്ച് സ്വന്തം താല്പര്യപ്രകാരമോ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയോ പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭം നമ്മൾ എന്ത് ചെയ്യും? അലസിപ്പിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഗർഭചിത്രം അഥവാ ഗർഭം അലസിപ്പിക്കൽ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി MTP എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ ഏകദേശം 40 മുതൽ 50 ദശലക്ഷം വരെ ഗർഭചിത്രങ്ങൾ ലോകത്താകമാനം നടക്കുന്നുണ്ട്. ഇതാകെ ഗർഭധാരണത്തിന്റെ ഏകദേശം 1/5 ആയിരിക്കും. ഗർഭചിത്രങ്ങൾ ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവയുടെ ഉദ്ദേശം ഇതല്ല. സാമൂഹികവും മതപരവും ധാർമ്മികവും വൈകാരികവുമായ പല എതിർപ്പുകളും ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാൻ സാധ്യതയുള്ളതിനാൽ ഇവയെ നിയമപരമായി അംഗീകരിക്കണമോ വേണ്ടയോ എന്നത് പല രാജ്യങ്ങളും ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. 1971 ഇതിൻ്റെ വിവേചനരഹിതമായ ദുരുപയോഗങ്ങൾ ഒഴിവാക്കുന്നതിന് ചില കർശന ഉപാധികളുള്ള നിയമം ഇന്ത്യ ഗവൺമെൻറ് പ്രാബല്യത്തിൽ വരുത്തി. വിവേചനരഹിതമായും നിയമവിരുദ്ധമായും പെൺഭ്രൂണഹത്യകൾ വർദ്ധിക്കുന്നു എന്ന അവലോകനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രവണതകൾ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയോ ഉപയോഗിക്കപ്പെട്ടിരുന്ന ഗർഭനിരോധന മാർഗങ്ങൾ ഫലപ്രദമാകാതിരുന്നതിനാലോ ബലാത്കാരമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയോ ഉണ്ടാകുന്ന ഗർഭത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ മാർഗം അവലംബിക്കേണ്ടി വരുന്നത്. അമ്മയ്ക്കോ കുഞ്ഞിനോ അല്ലെങ്കിൽ 2 പേർക്കുമോ മരണഹേതു ആയേക്കാവുന്ന സന്ദർഭങ്ങളിലും ഗർഭം അലസിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആദ്യത്തെ 3 മാസത്തെ അതായത് 12 ആഴ്ചയോളം വളർച്ചയെത്തുന്നതിന് മുൻപ് ഗർഭചിത്രം നടത്തുന്നത് താരതമ്യേന സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്നു. ആദ്യത്തെ 12 ആഴ്ചയ്ക്ക് മുൻപ്. അതിനുശേഷമുള്ള ഗർഭചിത്രങ്ങൾക്ക് അപകട സാധ്യത കൂടുതലാണ്. പ്രാഗൽഭ്യമില്ലാത്തവർ സുരക്ഷിതത്വമില്ലാതെ നടത്തുന്ന ഗർഭചിത്രം നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല മരണകാരണമാവുകയും ചെയ്യുന്നു. ഭ്രൂണദ്രവ പരിശോധനയിലൂടെ ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം നടത്തുന്ന തികച്ചും അനഭിലഷണീയമായ ഒരു പ്രവണത ഇന്ന് പലയിടങ്ങളിലും കാണപ്പെടുന്നു. പെൺഭ്രൂണമാണ് എന്ന് കണ്ടെത്തി ഗർഭചിത്രം നടത്തുന്നത് നിയമപരമായി തെറ്റാണ് എന്ന് മാത്രമല്ല ഇത് അമ്മയ്ക്കും കുഞ്ഞിനും അപകടം വരുത്തിവെക്കുകയും ചെയ്യുന്നു. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, നിയമവിരുദ്ധമായ ഗർഭചിത്രം എന്നിവയുടെ അപകട സാധ്യതകളെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുന്നതും ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതും ഇത്തരം പ്രവണതകളെ ദുർബലപ്പെടുത്താൻ സഹായിക്കും. ലൈംഗിക ബന്ധങ്ങളിലൂടെ പകരുന്ന രോഗങ്ങളെയും അണുബാധകളെയും ഒരുമിച്ച് ലൈംഗിക പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ ലൈംഗിക രോഗങ്ങൾ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ VD എന്നും പറയും. VD എന്ന് പറഞ്ഞാൽ വെനറൽ ഡിസീസസ്. അതുമല്ലെങ്കിൽ പ്രത്യുൽപാദന നാളിയിലെ രോഗാണുബാധ, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ RTI എന്ന് പറയുന്നു. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ STDs എന്ന് ചുരുക്കി പറയാം, അല്ലെങ്കിൽ VD എന്ന് പറയാം, അതായത് വെനറൽ ഡിസീസസ്. അതുമല്ലെങ്കിൽ RTI റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയാം. ഇനി സാധാരണയായി കാണപ്പെടാറുള്ള STDs ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഗൊണേറിയ, സിഫിലിസ് അഥവാ പറങ്കിപ്പുണ്ണ്, ജെനൈറ്റൽ ഹെർപ്പിസ്, ക്ലാമിഡിയാസിസ്, ജെനൈറ്റൽ വാർഡ്സ് അല്ലെങ്കിൽ ജനനേന്ദ്രിയ മുഴ, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് B, എയ്ഡ്സ് എന്നിവയാണ് സാധാരണയായി കാണപ്പെടാറുള്ള ലൈംഗിക പകർച്ചവ്യാധികൾ. ഏതൊക്കെയാണ്? ഗൊണേറിയ,
സിഫിലിസ് അഥവാ പറങ്കിപ്പുണ്ണ്, ജെനിറ്റൽ ഹെർപ്പിസ്, ക്ലാമിഡിയാസിസ്, ജെനിറ്റൽ വാർഡ്സ് അഥവാ ജനനേന്ദ്രിയ മുഴ, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്. ഹെപ്പറ്റൈറ്റിസ് തന്നെ പല ടൈപ്പ് ഉണ്ട്, എയും ബിയും എല്ലാം ഉണ്ടല്ലേ. അതിൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഈ STDസിൽ വരുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ഡിസീസസിൽ തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ളത് എയ്ഡ്സ് ആണ്. എയ്ഡ്സ് രോഗാണു ഏതാണ്? HIV, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV മൂലമുണ്ടാകുന്ന എയ്ഡ്സ് ആണ് ഇവയിൽ ഏറ്റവും അപകടകരമായത്. HIV എന്ത് ചെയ്യുന്നു? HIV മനുഷ്യനിലെ രോഗപ്രതിരോധ ശേഷി, നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ താറുമാറാക്കും. HIV ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിയും HIV-യും ഇഞ്ചക്ഷൻ നീഡിൽസ്, അതായത് കുത്തിവയ്പ്പ് സൂചികൾ, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എന്നിവ അണുബാധ ഉള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് കൊണ്ടും അതുപോലെ രക്തനിവേശം നടത്തേണ്ടി വരുന്നത് കൊണ്ടും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യുന്നത് കൊണ്ടും പകരാനുള്ള സാധ്യതയുണ്ട്. ഇനി വേറെ ഒരു രീതി എങ്ങനെയാണെന്നറിയോ? അണുബാധയുള്ള മാതാവിൽ നിന്ന്, അതായത് അമ്മയ്ക്ക് HIV ഉണ്ടെങ്കിൽ ഗർഭസ്ഥ ശിശുവിലേക്ക് നേരിട്ടും ഇവ പകരാനിടയുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിയും HIV-യും. ഹെപ്പറ്റൈറ്റിസ് ബി, ജെനിറ്റൽ ഹെർപ്പിസ്, HIV അണുബാധ എന്നിവ ഒഴിച്ച് മറ്റുള്ള രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കപ്പെടുകയും ഉചിതമായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്താൽ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയും. ഹെപ്പറ്റൈറ്റിസ് ബിയും ജെനിറ്റൽ ഹെർപ്പിസും HIV-യും ഒഴികെയുള്ള മറ്റു രോഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും. പക്ഷേ ഈ രോഗങ്ങൾ പൂർണ്ണമായിട്ടും മാറില്ല. ഇനി ഈ അസുഖങ്ങളുടെ ഒരു പ്രാഥമിക ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണെന്നറിയോ? ജനനേന്ദ്രിയ ഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, നീർക്കെട്ടുണ്ടാവുക, സ്രവങ്ങളുടെ പുറന്തള്ളൽ, ചെറിയ വേദന എന്നിവ ഈ രോഗങ്ങളുടെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പ്രാഥമിക ലക്ഷണങ്ങളാണ്. ഇനി ചില സ്ത്രീകളിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അവരിൽ പ്രകടമായ ലക്ഷണങ്ങളൊന്നും കുറേ കാലത്തേക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നീണ്ട കാലത്തേക്ക് രോഗം കണ്ടുപിടിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. പക്ഷേ ആ ടൈമിൽ എന്ത് സംഭവിക്കും? ഈ ഡിസീസസൊക്കെ ട്രാൻസ്മിറ്റ് ആവും, പകരും. അണുബാധയുടെ ആദ്യഘട്ടങ്ങളിൽ ലക്ഷണങ്ങൾ ഉണ്ടാകാതിരിക്കുക അഥവാ അപ്രധാനമായ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങളൊന്നും, കാര്യമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കാതെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. ഇനി ലൈംഗിക പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സാമൂഹിക ദുഷ്കീർത്തി എന്നിവ രോഗബാധിതരെ തക്ക സമയത്ത് രോഗം കണ്ടെത്തുന്നതിൽ നിന്നും ഉചിതമായ ചികിത്സ ലഭ്യമാക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്നു. ഇത് പിന്നീട് സങ്കീർണമായ പെൽവിക് ഇൻഫ്ലാമേറ്ററി രോഗങ്ങൾ അഥവാ PID, അബോർഷൻ ഗർഭം അലസിപ്പിക്കൽ, സ്റ്റീൽ ബർത്ത് അഥവാ ചാപ്പിള്ള പ്രസവം, എക്ടോപിക് പ്രഗ്നൻസി അണ്ഡവാഹിയിലെ ഗർഭധാരണം, ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലെ ക്യാൻസർ ലൈംഗിക അവയവങ്ങളിലെയും നാളികളിലെയും അർബുദം എന്നിവയിലേക്ക് നയിക്കുന്നു. ആരോഗ്യമുള്ള ഒരു സൊസൈറ്റിയുടെ, സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയാണ് ലൈംഗിക പകർച്ചവ്യാധികൾ അഥവാ STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അപ്പോൾ എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അണ്ഡവാഹിയിൽ ഉണ്ടാകുന്ന ഗർഭധാരണം, ഫലോപ്പിയൻ ട്യൂബുകളിൽ ഉണ്ടാകുന്ന ഗർഭധാരണത്തെയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. പ്രത്യുൽപാദന ആരോഗ്യ സംരക്ഷണ പരിപാടികളിലെ മുഖ്യ പരിഗണന ഈ രോഗങ്ങളെ തടയുക അല്ലെങ്കിൽ വളരെ നേരത്തെ കണ്ടുപിടിക്കുക എന്നതാണ്. ഈ അണുബാധകൾ സാധാരണ എല്ലാവരെയും ആക്രമിക്കാനിടയുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളവരിലാണ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ലളിതമായ കുറച്ച് ജീവിത തത്വങ്ങളാണ്. ഈ തത്വങ്ങൾ പിന്തുടർന്നാൽ ഈ അണുബാധകളെ പ്രതിരോധിക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, അവിഹിത ലൈംഗിക ബന്ധം ഒഴിവാക്കുക. അടുത്തത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കുക. മൂന്നാമത്തത്, അണുബാധ സംശയിക്കുകയാണെങ്കിൽ നേരത്തെ രോഗനിർണയം നടത്തുന്നതിനായി വിദഗ്ധ ഡോക്ടറെ സമീപിക്കുകയും രോഗം സ്ഥിരീകരിച്ചാൽ ചികിത്സ തേടുകയും ചെയ്യുക.
ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്, അതായത് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത. വന്ധ്യതയെക്കുറിച്ച് പ്രതിപാദിക്കാതെ പറയാതെ പ്രജനനാരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച അപൂർണമായിരിക്കും. ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്താകമാനം നിരവധി ദമ്പതികൾ വന്ധ്യതയുള്ളവരാണ്. ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാതെ ലൈംഗിക സഹവർത്തിത്വം ഉണ്ടായിരുന്നിട്ടും ദമ്പതികൾക്ക് കുട്ടികളുണ്ടാകാത്ത അവസ്ഥയാണ് വന്ധ്യത എന്ന് പറയുന്നത്. ഇതിന് ശാരീരിക, മാനസിക, പാരമ്പര്യ സ്വഭാവങ്ങൾ, പലതരം രോഗങ്ങൾ, ലഹരിയുടെ ഉപയോഗം, സ്വയം പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നീ പല കാരണങ്ങളുണ്ട്. വന്ധ്യതയുണ്ടാകുന്നത് പുരുഷ പങ്കാളിക്കാണെങ്കിൽ പോലും ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ സാധാരണയായിട്ട് ഇക്കാര്യത്തിൽ സ്ത്രീകളെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്, അല്ലേ? ചില പ്രത്യേക ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾക്ക്, വന്ധ്യതാ നിർമ്മാർജ്ജന ചികിത്സാലയങ്ങൾ തുടങ്ങിയ ചില പ്രത്യേക ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾക്ക് രോഗനിർണയത്തിൽ സഹായിക്കുവാനും ചില വൈകല്യങ്ങൾക്കെതിരെ പരിഹാര ചികിത്സ നടത്തി ദമ്പതികളുടെ വന്ധ്യത പരിഹരിക്കാനും കഴിയും. എങ്കിലും അത്തരം പരിഹാര മാർഗങ്ങളൊന്നും സാധ്യമല്ലെങ്കിൽ ദമ്പതികൾക്ക് ചില പ്രത്യേക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കുഞ്ഞുങ്ങളെ ലഭ്യമാക്കാൻ സാധിക്കും. ഇത്തരം വിദ്യകളെയാണ് പ്രത്യുൽപാദന സഹായ സാങ്കേതിക വിദ്യകൾ, ART അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് വിളിക്കുന്നത്. ശരീരത്തിനകത്ത് വെച്ച് ബീജസംയോഗം നടക്കുന്ന അതേ സാഹചര്യം പരീക്ഷണശാലയിൽ സൃഷ്ടിച്ച് ബീജസംയോഗം ശരീരത്തിന് പുറത്ത് നടത്തുന്ന സമ്പ്രദായമായ ഇൻവിട്രോ ബീജസംയോഗത്തെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ IVF തുടർന്ന് ഭ്രൂണമാറ്റം നടത്തുന്നതാണ് ഒരു രീതി. ഭ്രൂണമാറ്റം എന്ന് പറഞ്ഞാൽ എംബ്രിയോ ട്രാൻസ്ഫർ അഥവാ ET. അപ്പോൾ ARTയിലെ ഒരു രീതി എന്താണ്? ശരീരത്തിൻ്റെ അകത്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന അതേ സാഹചര്യം ലാബിൽ ഉണ്ടാക്കാം, എന്നിട്ട് ശരീരത്തിന് പുറത്ത് ഫെർട്ടിലൈസേഷൻ നടത്താം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVF എന്ന് പറയുന്നത്. ഇങ്ങനെ IVF നടത്തിയതിന് ശേഷം എംബ്രിയോ ട്രാൻസ്ഫർ നടത്തുക, അതായത് ഭ്രൂണത്തിനെ എങ്ങോട്ടേക്ക് മാറ്റുക? ശരീരത്തിനുള്ളിലേക്ക് മാറ്റുക. അതാണ് ഒരു രീതി. ഈ രീതി പൊതുവെ ടെസ്റ്റ് ട്യൂബ് ശിശു രീതി, ടെസ്റ്റ് ട്യൂബ് ബേബി രീതി എന്ന് അറിയപ്പെടുന്നു. ഭാര്യയിൽ നിന്നോ ദാതാവിൽ നിന്നോ ശേഖരിക്കുന്ന അണ്ഡവും ഭർത്താവിൽ നിന്നോ ദാതാവിൽ നിന്നോ ശേഖരിക്കുന്ന പുംബീജവും പരീക്ഷണശാലയിൽ വെച്ച് ശരീരത്തിലെ സമാന അവസ്ഥയിൽ സിക്താണ്ഡ രൂപീകരണത്തിന് സഹായകമായ വിധത്തിൽ പ്രചോദിപ്പിക്കുന്നു. ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോണർ ദാതാവിൽ നിന്നും ഓവം അഥവാ അണ്ഡം ശേഖരിക്കുക, ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ ദാതാവിൽ നിന്ന് പുംബീജം അഥവാ സ്പേമിനെ കളക്ട് ചെയ്യുക, എന്നിട്ട് ലാബിൽ വെച്ച് എന്ത് ചെയ്യുക? ശരീരത്തിനുള്ളിലുള്ള സമാനമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം നടത്താം. എന്നിട്ട് എന്തുണ്ടാവും? സിക്താണ്ഡം അഥവാ സൈഗോട്ട് രൂപീകരിക്കുക. ഇങ്ങനെ സിക്താണ്ഡം അഥവാ സൈഗോട്ട് ഉണ്ടായതിന് ശേഷം സിക്താണ്ഡമോ അല്ലെങ്കിൽ ഈ സിക്താണ്ഡം ഡിവൈഡ് ചെയ്തിട്ട് 8 ഭ്രൂണഖണ്ഡങ്ങൾ വരെ ആകിയിട്ടുള്ള പ്രാഥമിക ഭ്രൂണമോ അണ്ഡവാഹിക്കുഴൽ അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്യൂളിലേക്ക് മാറ്റുന്നു. ഇതിനെയാണ് സിഫ്റ്റ് എന്ന് പറയുന്നത്, അതായത് സൈഗോട്ട് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ, സിക്താണ്ഡത്തിൻ്റെ ആന്തര അണ്ഡവാഹി സ്ഥാനാന്തരം എന്ന് വിളിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദാതാവിൽ നിന്നോ ഏതെങ്കിലും ഒരു ഡോണറിൽ നിന്നോ ശേഖരിക്കുന്ന അണ്ഡം അഥവാ ഓവം, ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ ദാതാവിൽ നിന്ന് ശേഖരിക്കുന്ന പുംബീജം അഥവാ സ്പേം പരീക്ഷണശാലയിൽ അതായത് ലാബിൽ വെച്ചിട്ട് സമാനമായ ഒരു സിറ്റുവേഷനിൽ, ശരീരത്തിനുള്ളിലെ സമാനമായ ഒരു സിറ്റുവേഷനിൽ ബീജസങ്കലനത്തിന് വിധേയമാക്കുന്നു. അങ്ങനെ എന്തുണ്ടാവുന്നു? സിക്താണ്ഡം അഥവാ സൈഗോട്ട് ഉണ്ടാവുന്നു. ഈ സൈഗോട്ട് അല്ലെങ്കിൽ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് 8 ഭ്രൂണഖണ്ഡങ്ങൾ വരെ ആവുമ്പോൾ, അതായത് പ്രാഥമിക ഭ്രൂണം എന്നതിനെ പറയും, അത്രയും ആവുമ്പോൾ അതിനെ എന്ത് ചെയ്യും? ഫലോപ്പിയൻ ട്യൂബ്യൂളിലേക്ക് അണ്ഡവാഹിക്കുഴലിലേക്ക് മാറ്റുന്നു. ഇതിനെയാണ് സിഫ്റ്റ്, ZIFT, സിഫ്റ്റ് എന്ന് പറയുന്നത്. സിഫ്റ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ, സിക്താണ്ഡത്തിൻ്റെ ആന്തര അണ്ഡവാഹി സ്ഥാനാന്തരം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഭ്രൂണത്തിൻ്റെ വിഭജന സമയത്ത് 8 ഖണ്ഡങ്ങളിൽ കൂടുതലുള്ള ഭ്രൂണങ്ങൾ നേരിട്ട് ഗർഭാശയത്തിലേക്ക് മാറ്റുന്നു. ഇതിനെ ആന്തര ഗർഭാശയ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഇൻട്രാ യൂട്ടിറൈൻ ട്രാൻസ്ഫർ IUT എന്ന് വിളിക്കുന്നു. 8 ഖണ്ഡങ്ങൾ വരെ ആണെങ്കിൽ
ഒന്നുകിൽ സൈഗോട്ട് അല്ലെങ്കിൽ 8 ഖണ്ഡങ്ങൾ വരെ ആയിട്ടുള്ള എംബ്രിയോയിനെ നമ്മൾ എന്ത് ചെയ്തു? ഫലോപ്പിയൻ ട്യൂബ്യൂളിലേക്ക് മാറ്റി, അല്ലെങ്കിൽ അണ്ഡവാഹി കുഴലിലേക്ക് മാറ്റി. അതിനെ നമ്മൾ സിഫ്റ്റ് എന്ന് വിളിച്ചു. ഇനി അതല്ലെങ്കിൽ 8 ഭ്രൂണഖണ്ഡങ്ങളിൽ കൂടുതലുള്ള ഭ്രൂണങ്ങൾ നേരിട്ട് യൂട്രസിലേക്ക് മാറ്റും, ഗർഭാശയത്തിലേക്ക് മാറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാ യൂട്ടിറൈൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ IUT, ആന്തര ഗർഭാശയ സ്ഥാനാന്തരം എന്ന് വിളിക്കുന്നു. ഗർഭാശയത്തിൽ വെച്ച് ഈ ഭ്രൂണം പൂർണ്ണ വളർച്ചയെത്തുന്നു. ബീജങ്ങളുടെ സംയോഗം ശരീരത്തിൻ്റെ അകത്ത് വെച്ചിട്ട്, സ്ത്രീകളുടെ ശരീരത്തിൻ്റെ അകത്ത് വെച്ച് നടത്തി ഭ്രൂണങ്ങൾ രൂപപ്പെടുത്തുന്ന ഇൻ വിവോ ബീജസംയോഗം ഗർഭധാരണം നടത്താൻ കഴിവില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സഹായ മാർഗമാണ്. സിഫ്റ്റ് ആയാലും IUT ആയാലും ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗം നടത്തുന്നത് ശരീരത്തിന് പുറത്താണ്. എന്നാൽ ഇൻവിവോ ബീജസംയോഗം എന്ന് പറഞ്ഞാൽ ഗർഭധാരണം നടത്താൻ കഴിവില്ലാത്ത സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിനകത്ത് വെച്ച് ഫെർട്ടിലൈസേഷൻ നടത്താം, അങ്ങനെ എംബ്രിയോ രൂപപ്പെടുത്തുക. ഈ ഒരു ടെക്നിക്കാണ് ഇൻ വിവോ ബീജസംയോഗം അല്ലെങ്കിൽ ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ. അണ്ഡം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത എന്നാൽ ബീജസംയോഗത്തിനും തുടർന്നുള്ള വികാസത്തിനും അനുയോജ്യമായ ആന്തരിക അവസ്ഥയുള്ള ഒരു സ്ത്രീയിലേക്ക് മറ്റൊരു ദാതാവിൽ നിന്നും ശേഖരിച്ച ഓവം അല്ലെങ്കിൽ അണ്ഡം മാറ്റുന്നതിനെയാണ് അണ്ഡത്തിൻ്റെ ആന്തര അണ്ഡവാഹി സ്ഥാനാന്തരണം, ഗമീറ്റ് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. എന്താണ് ജിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? ഗമീറ്റ് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ. അതായത് അണ്ഡം ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത എന്നാൽ ഫെർട്ടിലൈസേഷനും തുടർന്നുള്ള ഡെവലപ്മെൻറ്റിനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ അവസ്ഥയുള്ള ഒരു സ്ത്രീയിലേക്ക് വേറൊരു ദാതാവിൽ നിന്ന് എന്ത് ചെയ്യും? ഓവത്തിനെ ശേഖരിച്ചിട്ട് അവരുടെ അണ്ഡവാഹി കുഴലിലേക്ക് മാറ്റുന്നു. അതിനെയാണ് ഗമീറ്റ് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അണ്ഡത്തിലേക്ക് പുംബീജം നേരിട്ട് കടത്തിവിട്ട് പരീക്ഷണശാലയിൽ വെച്ചൊരു പ്രത്യേക സംവിധാനത്തിലൂടെ ഭ്രൂണം രൂപപ്പെടുത്തുകയാണെങ്കിൽ ആ പ്രക്രിയയെ നമ്മൾ പറയുന്നത് ICSI, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്നാണ്. അപ്പോൾ എന്താണ് ICSI, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ? അണ്ഡത്തിലേക്ക്, ഓവത്തിലേക്ക് സ്പേമിനെ നേരിട്ട് കടത്തിവിടുക. ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യുക? എംബ്രിയോ രൂപപ്പെടുത്തുന്നു. അതിനെയാണ് ICSI എന്ന് പറയുന്നത്, കോശാന്തര ബീജ പ്രസരണം. മലയാളത്തിൽ എന്തു പറയും? കോശാന്തര ബീജ പ്രസരണം. ഒന്നുകിൽ പുരുഷ പങ്കാളിക്ക് ശുക്ലം നിക്ഷേപിക്കാൻ കഴിയാതെ വരുമ്പോഴോ അല്ലെങ്കിൽ സ്കലനത്തിൽ വളരെ കുറച്ചു മാത്രം പുംബീജം ഉള്ളപ്പോഴോ പരിഗണിക്കുന്ന രീതിയാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ ബീജാധാനം. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ പുരുഷ പങ്കാളിക്ക് ശുക്ലം നിക്ഷേപിക്കാൻ കഴിയാതെ വരുമ്പോൾ അല്ലെങ്കിൽ സ്ഖലനത്തിൽ കുറച്ചു മാത്രം സ്പേം ഉണ്ടായിരിക്കുക, ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ പരിഗണിക്കുന്ന രീതിയാണ് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, മലയാളത്തിലെ കൃത്രിമ ബീജാധാനം. ഈ രീതിയിൽ ഒന്നുകിൽ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഡോണർ അഥവാ ദാതാവിൽ നിന്നോ ശുക്ലം ശേഖരിക്കുകയും യോനിയിലേക്കോ അല്ലെങ്കിൽ ഗർഭാശയത്തിലേക്കോ കൃത്രിമമായി ഇത് നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഗർഭാശയത്തിലേക്ക് നിക്ഷേപിക്കുന്നതിനെ ഗർഭാശയാന്തര ബീജാധാനം IUI, ഇൻട്രാ യൂട്ടിറൈൻ ഇൻസെമിനേഷൻ എന്ന് വിളിക്കുന്നു. തിരഞ്ഞെടുക്കാൻ മാർഗങ്ങൾ നിരവധിയാണെങ്കിലും എല്ലാ സാങ്കേതിക വിദ്യകളും കൈകാര്യം ചെയ്യേണ്ടത് ഉയർന്ന സൂക്ഷ്മതയും കൃത്യതയും പാലിക്കാൻ കഴിയുന്ന പ്രത്യേക വൈദഗ്ധ്യം ലഭിച്ചവരാണ്. അതുപോലെ വിലപിടിപ്പുള്ളതും ചെലവേറിയതുമായ സാങ്കേതിക സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് വളരെ കുറച്ച് ചികിത്സാ കേന്ദ്രങ്ങളിൽ മാത്രമേ ഈ സൗകര്യങ്ങൾ ഇപ്പോൾ ലഭ്യമായുള്ളൂ. ഇതിന് വരുന്ന ഭീമമായ ചെലവ് താങ്ങാൻ കഴിയുന്നത് വളരെ കുറച്ച് ജനങ്ങൾക്ക് മാത്രമാണ്. കൂടാതെ വൈകാരികവും മതപരവും സാമൂഹികവുമായ ഘടകങ്ങൾ ഇത്തരം നൂതന സാങ്കേതിക മാർഗങ്ങൾ അവലംബിക്കുന്നതിന് പ്രതിബന്ധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ രീതികളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം വന്ധ്യത പരിഹരിക്കുക എന്നതാണ്. എന്നാൽ ഇന്ത്യയിൽ ധാരാളം അനാഥാലയങ്ങളും അനാഥ കുഞ്ഞുങ്ങളുമുണ്ട്. ഒരുപക്ഷെ ഇവിടെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കുന്നില്ല എങ്കിൽ അവർ പക്വതയെത്തുന്നതുവരെ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. നമ്മുടെ രാജ്യത്ത് നിയമാനുസൃതമായ ദത്തെടുക്കൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഉദാത്തമായ ഒരു രീതിയാണ് ദത്തെടുക്കൽ എന്നു മാത്രമല്ല, അത് അനാഥ ബാല്യങ്ങൾക്ക് അവരുടെ ജീവിതത്തിനുള്ള ഒരു വാതായനം തുറന്നിടുകയും ചെയ്യുന്നു.
ഇത്രയുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഒപ്പം മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാവുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ മടിച്ചു നിൽക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. താങ്ക്